അങ്ങനെ ഹോളിഡേ വില്ല റിസോർട്ടിൽ തന്നെ ഞങ്ങളുടെ റൂം റെഡിയായി. കുറച്ച് മോഡലിലോട്ട് കയറിയാണ് ഞങ്ങൾ സെലക്ട് ചെയ്തേക്കുന്ന റൂം. ഓരോ റൂംസും ഇവർ പല മോഡൽ കൺസ്ട്രക്ഷനാണ് എടുത്തിരിക്കുന്നത്. എല്ലാം കാണാൻ നല്ല രസമുണ്ട്. ഞങ്ങൾ സെലക്ട് ചെയ്ത റൂം ഇതാണ്. ഇപ്പോൾ കാണുന്ന റൂമാണ് ഞങ്ങൾ സെലക്ട് ചെയ്തേക്കുന്നത്. പുറത്തുനിന്ന് കാണാൻ റൂം ചെറുതാണെങ്കിലും അകത്ത് നല്ല സ്പേസ് ഉണ്ട്. ഇനി റൂമിൻ്റെ ഡൗൺ സ്റ്റേഴ്സിലായിട്ട് ചെറിയൊരു ഏരിയ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനി കാണിക്കാം. ഒരുമിച്ചിരുന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനോ അല്ലെങ്കിൽ ക്യാരംസ് കളിക്കാനോ ഗ്രില്ല് ചെയ്യാനോ അങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇനി നമുക്ക് നമ്മുടെ റൂമിലേക്ക് പോവാം. ഈ റൂമിലാണ് നമ്മളിന്ന് നൈറ്റ് സ്റ്റേ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ലേ, പുറത്തുനിന്ന് കാണാൻ ചെറുതാണെങ്കിലും ഉള്ളിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു റൂം കിട്ടുമെന്ന് ഞങ്ങൾ ഒട്ടും വിചാരിച്ചിരുന്നില്ല. കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്, ഞങ്ങൾ പെട്ടെന്നാണ് ട്രിപ്പ് പ്ലാൻ ചെയ്ത് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ റൂംസ് ഒന്നും അവൈലബിൾ ആയിരുന്നില്ല. ഇനി നമുക്ക് ഈ റൂമിൽ ഒരു ചെറിയ ബാൽക്കണിയാണ്, അവിടുത്തെ വ്യൂ നോക്കാം. ഇതാ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണേ. കൊള്ളാമല്ലേ, നല്ല രസമുണ്ട് കാണാനായിട്ട്. കുറച്ചുകൂടി മുകളിലോട്ട് പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല മോഡലിലുള്ള റൂംസാണ് ഇവർ സെറ്റ് ചെയ്തേക്കണത്. ഇതിൽ ഞങ്ങൾ സെലക്ട് ചെയ്തതിലും കുറച്ചുകൂടി വലിയ റൂംസാണ്. ഇപ്പോൾ ഈ കാണുന്ന റൂമിൻ്റെ ലുക്ക് വൈസ് ആണെങ്കിലും കളർ കോമ്പിനേഷൻ ആണെങ്കിലും നല്ല രസമുണ്ട് നേരിട്ട് കാണാനായിട്ട്. ഇനി മുകളിലോട്ട് പോകുമ്പോൾ ഞങ്ങൾ കാത്തിരുന്ന ഒരു ഐറ്റം ഉണ്ട് കേട്ടോ, വഴിയെ കാണിച്ചു തരാം. ഈ പോണ വഴിക്ക് ഞാൻ ഇവിടുത്തെ വ്യൂസ് എല്ലാം കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഒരു കോൺഫറൻസ് ഹാള്, അതായത് ക്യാമ്പ് ഫയർ ഒക്കെ നടത്താനുള്ള അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. ഇതിൻ്റെ മുകളിൽ ഒരു ചെറിയ ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. ഇത് കണ്ടപ്പോൾ പിള്ളേർ രണ്ടാളവിടെ സ്റ്റക്കാവുമെന്ന് വിചാരിച്ചു, പക്ഷെ സ്റ്റക്കായില്ല. ആ ഓടി വന്നെ വരവേണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ദുദു റെഡി ആയിരിക്കുകയാണ് പൂളിലോട്ട് ഇറങ്ങാനായിട്ട്. അച്ഛനും മോനും പെട്ടെന്ന് ഇറങ്ങി. റൂഫ് ടോപ്പിലായതുകൊണ്ട് തന്നെ ഇവിടെ നിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ല, അടിപൊളിയാണ് കാണാനായിട്ട്. ഞങ്ങൾ വന്ന സമയത്ത് ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ക്ലൈമറ്റും നല്ല രസമായിരുന്നു കേട്ടോ. നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. ഞങ്ങൾ ഈ റിസോർട്ട് സെലക്ട് ചെയ്യാൻ തന്നെ കാരണം ഇതിൻ്റെ വെബ്സൈറ്റിൽ ലാർജസ്റ്റ് ഇൻഫിനിറ്റി പൂൾ ഇൻ കക്കാടംപൊയിൽ നിന്നൊരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടു. സ്വിമ്മിംഗ് പൂളിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇൻഫിനിറ്റി പൂളിൽ ഞാൻ ആദ്യമായിട്ടാണ്. അപ്പോൾ ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയെന്ന് തന്നെ പറയാം. വേറെ ഫാമിലീസ് ആരും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ മാത്രമായിരുന്നു. അതുകൊണ്ട് ലാവിഷ് ടൈം എടുത്ത് ഞങ്ങൾ എൻജോയ് ചെയ്തു. ഇനി ഒട്ടും സമയം കളയണില്ല, ഞാനും പൂളിലോട്ട് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോസ്. അപ്പോൾ സീ യു.